Theorem coordinates relative to an orthonormal basis. അപ്പോൾ ഒരു orthonormal basisന്റെ coordinates എന്താ ഈ coordinates? നമ്മൾ ബേസിസ് ഏതൊരു എലമെന്റ് എടുത്താലും ബേസിസ് എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ എടുക്കുമല്ലോ, അതിൽ വരുന്ന കോഎഫിഷ്യൻസ് ആണ് ഈ കോർഡിനേറ്റ്സ്. Okay, let b equal to w1 w2 etc wn is an orthonormal basis of rn. rnന്റെ ഒരു orthonormal basis ആണ്. ഓർത്തോനോർമൽ ബേസ് ആവാൻ ബേസിന്റെ രണ്ട് കൺസെപ്റ്റ് ആയ ലീനിയർ ഇൻഡിപെൻഡൻസ് സ്പാൻ ചെയ്യുക, അത് സാറ്റിസ്ഫൈ ചെയ്യണം. ഓർത്തോ നോർമൽ ആവാൻ സെറ്റ് പെയർ വൈസ് അല്ലെങ്കിൽ മ്യൂച്വലി ഓർത്തോഗണൽ ആയിരിക്കണം. അതേപോലെ നോം ഓരോ എലമെന്റ്സിന്റെയും ഓരോ വെക്ടേഴ്സിന്റെയും നോം 1 ആയിരിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് ഈ സെറ്റ് ഓർത്തോ നോർമൽ ആവുന്നത്. സോ എനി എലമെന്റ് യു ഇൻ ആർ എനിലെ ഏത് എലമെന്റ് എടുത്താലും നമുക്ക് ഇത്തരത്തിൽ എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാൻ പറ്റുക? ഈ w1 w2 എക്സെട്ര wn ലീനിയർ കോമ്പിനേഷൻ ഒക്കെ എഴുതുമ്പോൾ ആ കോഎഫിഷ്യൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? u ഡോട്ട് w1 ഈ എടുക്കുന്ന എലമെന്റ് ഡോട്ട് w1, അടുത്തത് കോഎഫിഷ്യന്റ് u ഡോട്ട് w2 എക്സെട്ര u ഡോട്ട് wn. ഇത് ഈ ഡോട്ട് എന്ന ഡോട്ട് പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ് ഇന്നർ പ്രൊഡക്റ്റ് ഇൻ rn, അതാണ് ആ ഡോട്ട് പ്രൊഡക്റ്റ്. കറസ്പോണ്ടിങ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ, ആ ഒരു എന്താന്ന് പറയാ ആ ഒരു ഡോട്ട് പ്രൊഡക്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് ഇന്നർ പ്രൊഡക്റ്റ് ഇൻ rn. ഓക്കെ, അപ്പൊ അതിന്റെ പ്രൂഫ് നോക്കാം. അപ്പൊ ഏതൊരു എലമെന്റ് യു ബിലോങ്സ് ടു rn എടുത്താലും ബേസിസ് എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ഒക്കെ എഴുതാൻ പറ്റും. പക്ഷെ എങ്ങനെയാ എഴുതുക? ആ കോഎഫിഷ്യൻസ് ഇസ് ഓഫ് ദ ഫോം u ഡോട്ട് wi. അപ്പൊ a1 ഇപ്പൊ a1 w1 എക്സെട്ര an w1 ആണെങ്കിൽ a1 is given by u dot w1, a2 is given by u dot w2 etc an is given by u dot wn. Similarly, let and proof w equal to w1 sorry b equal to w1 w2 etc wn is an orthonormal basis of rn given അല്ലെ. ഓർത്തോനോർമൽ ബേസിസ് അപ്പൊ എന്തൊക്കെയുണ്ട്? ലീനിയർലി ബേസിസ് ആയതുകൊണ്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. സ്പാൻ ബി ഈക്വൽ ടു rn ആണ്. അതേപോലെ എന്താണ്? wi ഡോട്ട് wj ഈക്വൽ ടു 0 ഓർത്തോഗണൽ. ഇതിന്റെ ഡെഫിനേഷനാ ഓർത്തോഗണൽ, മ്യൂച്വലി ഓർത്തോഗണൽ ആണ് ഡെഫിനേഷൻ ആണ് ഇത്. wi ഡോട്ട് wj ഏത് രണ്ടെണ്ണം എടുത്ത പെയർ വൈസ് ആയിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താലും ആൻസർ വിൽ ബി 0, ഓർത്തോഗണൽ ആയിരിക്കും ഫോർ ഓൾ i നോട്ട് ഈക്വൽ ടു j. ഐയും ജെയും ഈക്വൽ അല്ലാത്ത എല്ലാ വാല്യൂസിനും ഏതെടുത്ത് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താലും ആൻസർ വിൽ ബി 0, വിച്ച് മീൻസ് ദേ ആർ മ്യൂച്വലി ഓർത്തോഗണൽ. അതേപോലെ നോം 1 ആയിരിക്കും. അതായത് ഈ ഓർത്തോ നോർമൽ ബേസിന്റെ ഡെഫിനേഷൻ ആയത് ലീനിയർലി ഇൻഡിപെൻഡന്റ്, സ്പാൻ, അതേപോലെ ഓർത്തോഗണൽ ആൻഡ് നോം 1. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചു. ദെൻ യു ബി എനി വെക്ടർ ഇൻ rn ഒരു വെക്ടർ ആണ് യു. സ്പാൻ rnന്റെ ബി എന്ന് പറയുന്നത് rn സ്പാൻ ചെയ്യുന്നതുകൊണ്ട് എനി എലമെന്റ് ക്യാൻ ബി റിട്ടൺ ആസ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദീസ് n എലമെന്റ്സ്. സോ യു എങ്ങനെ എഴുതാം? യു സ്പാൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ബേസ് ആയതുകൊണ്ട് നമുക്ക് ഏത് എലമെന്റ് എടുത്താലും ബേസിസ് എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ഒക്കെ എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാൻ പറ്റുക? k1 w1 പ്ലസ് k2 w2 പ്ലസ് എക്സെട്ര. ജസ്റ്റ് ഒരു കോഎഫിഷ്യന്റ് എടുത്തേ ഉള്ളൂ. നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? ഇനി ഈ k1 എന്ന് പറയുന്നത് u ഡോട്ട് w1 ആണ്, അല്ലെങ്കിൽ k2 ഞാൻ a2 എന്ന് എടുത്ത പോലെ k2 എന്ന് എടുത്താൽ മതി. k2 എന്ന് പറയുന്നത് u ഡോട്ട് w2 ആണ്. ഓക്കെ, അതാണ് പ്രൂവ് ചെയ്താൽ മതി. നോക്കിയാൽ മതി. യു ഡോട്ട് wi കൺസിഡർ ചെയ്യുക. അപ്പൊ എന്ത് പ്രൂവ് ചെയ്യണം എനിക്ക്? ഇങ്ങനെ ലീനിയർ കോമ്പിനേഷൻ ഇത് കുഴപ്പമില്ല. അതെന്താ എവിടെ നിന്ന് കിട്ടുന്നത്? ബൈ ഡെഫിനേഷൻ ഓഫ് സ്പാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള മീനിങ് നിന്ന് കിട്ടുന്നത് അത്. അപ്പൊ ഇനി എന്ത് പ്രൂവ് ചെയ്താൽ മതി? ഈ കോഎഫിഷ്യൻസ് ഒക്കെ യു ഡോട്ട് wi, k1 യു ഡോട്ട് w1, k2 യു ഡോട്ട് wi അല്ലെങ്കിൽ യു ഡോട്ട് wi എന്താന്ന് പ്രൂവ് ചെയ്താൽ മതി? ജനറലി ki ആന്ന് പ്രൂവ് ചെയ്താൽ മതി. അത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, യു എന്താ? k1 w1 പ്ലസ് എക്സെട്ര പ്ലസ് kn w1 ഡോട്ട് wi. അപ്പൊ ഇത് ഡോട്ട് പ്രൊഡക്റ്റ് ഇങ്ങനെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. അപ്പോൾ k1 കോൺസ്റ്റന്റ് പുറത്തേക്കുമ്പോൾ w1 ഡോട്ട് wi, w1 ഡോട്ട് wi. ഇതിന് എപ്പോഴാണ് വാല്യൂ ഉണ്ടാവുക? വേറെ ഏത് ഐയും സെയിം ആവുമ്പോൾ മാത്രം അതിന് വാല്യൂ ഇല്ല. സെയിം ആവുമ്പോൾ വാല്യൂ 1. കാരണം എന്താ? അവർ നോമായിട്ട് പോവത്. ഓക്കെ, wi എപ്പോഴും wi സെയിം ക്വാണ്ടിറ്റി ആകുമ്പോൾ വാല്യൂ 1ഉം ഓപ്പോസിറ്റ് ക്വാണ്ടിറ്റി ഐയും ജെയും 0 ഓക്കെ ഈക്വൽ അല്ലാത്ത കേസിലല്ല എപ്പോഴും അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0യുമാണ്. ഓർത്തോഗണൽ എന്ന് പറയും. ഓക്കെ, അപ്പൊ k1 ഡോട്ട് w1 1i. അപ്പൊ ഡിഫറെന്റ് ആയതുകൊണ്ട് ഈ വാല്യൂ 0 ആയിട്ട് പോയി. എവിടെ മാത്രമേ ഈക്വൽ ആവുള്ളൂ? ഐയിൽ. കണ്ടോ, രണ്ടും സെയിം ആവുമ്പോൾ ഐ വരുന്ന സമയത്ത് മാത്രം ഇത് 1 ആയിട്ട് പോകും. ഈ വാല്യൂ 1, അപ്പൊ ki എന്ന് മാത്രം, ബാക്കി എല്ലാ വാല്യൂം 0 ആയിട്ട് പോകും. 0 പ്ലസ് 0 പ്ലസ് എക്സെട്ര പ്ലസ് ki പ്ലസ് 0 പ്ലസ് എന്നിട്ട് ki. അപ്പൊ യു ഡോട്ട് wi ഈക്വൽ ടു ki എന്ന് കിട്ടിയില്ലേ? വിച്ച് മീൻസ് യു ഡോട്ട് w1 നമ്മൾ ഈ k1 k2 എക്സെട്ര ഈ k ന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? യു ഡോട്ട് w1 ഇൻറ്റു w1 പ്ലസ് യു ഡോട്ട് w2 ഇൻറ്റു w2 പ്ലസ് എക്സെട്ര പ്ലസ് യു ഡോട്ട് wn ഇൻറ്റു wn. Clear? That's it. Next we have a problem b equal to w1 w2 w3. w1 w2 w3 are given by these three vectors. r3 അല്ലെ 3 കോർഡിനേറ്റ്സ് അല്ലേ ഉള്ളത്. അപ്പൊ r3 വെക്ടേഴ്സ് ആണെന്ന് മനസ്സിലാക്കുക. r3 3 വെക്ടേഴ്സ് വന്നിട്ടുണ്ട്. വി ആർ ഓർത്തോ നോർമൽ ബേസിസ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഓർത്തോ നോർമൽ ബേസ് ആണെങ്കിൽ ഏതൊക്കെ 4 പ്രോപ്പർട്ടി ഏതൊക്കെ? അത് സ്പാൻ ചെയ്യും, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും, ഓർത്തോഗണൽ ആയിരിക്കും, മ്യൂച്വലി ഓർത്തോഗണൽ ആയിരിക്കും, അതേപോലെ
നോം 1 ആയിരിക്കും എന്നുള്ള കാര്യം. ഓക്കെ, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ വെക്ടേഴ്സ് യു. ഇതിന് എന്ത് ചെയ്യണം, ഈ ഒരു എലമെന്റ്സിന്റെ, ഈ ഒരു ഓർത്തോ നോർമൽ ബേസ് എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാം. അപ്പൊ ആ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. സോ കോർഡിനേറ്റ്സ് റിലേറ്റീവ് ടു ദ ഓർത്തോ നോർമൽ ബേസസ്, ഈ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, തന്നിരിക്കുന്നതിന് ലീനിയർ കോമ്പിനേഷൻ എഴുതാം. W1 നോക്കൂ, യു എന്ന് പറയുന്നത് 3 - 2 9. ഓക്കെ, അപ്പൊ ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ ആദ്യം എന്ത് പ്രൂവ് ചെയ്യണം, ഈ ബി എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമ്മൾ എടുത്തിരിക്കുന്ന സെറ്റ് എങ്ങനെയാ, ബി ഈക്വൽ ടു W1 W2 ഷോ ദാറ്റ്. ഓക്കെ, ഷോ ദാറ്റ് ആണ് ക്വസ്റ്റ്യൻ കേട്ടോ, അത് ആവശ്യമില്ല. ഷോ ദാറ്റ് ഇസ് എൻ ഓർത്തോ നോർമൽ ബേസിസ്. അപ്പൊ ഓർത്തോ നോർമൽ ബേസ് ആണെന്ന് കാണിക്കുകയും വേണം, അതേപോലെ കോർഡിനേറ്റ്സിന്റെ രീതിയിൽ എഴുതുകയും വേണം. ലീനിയർ കോമ്പിനേഷൻ എഴുതുമ്പോൾ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുകയും വേണം. ഓർത്തോ നോർമൽ ബേസ് ആവാനുള്ള കൺസെപ്റ്റിൽ ഏതൊക്കെയാ, ലീനിയർലി ഇൻഡിപെൻഡന്റ് ഉണ്ട്. ഫസ്റ്റ് കേസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ചെക്ക് ചെയ്യാനായിട്ട് അവരുടെ ലീനിയർ കോമ്പിനേഷൻ എടുക്കുക, സീറോനോട് ഇക്വേറ്റ് ചെയ്യുക. സോ AW1 പ്ലസ് BW2 പ്ലസ് CW3 സീറോനോട് ഇക്വേറ്റ് ചെയ്യുക. W1 W2 W3 വാല്യൂ കൊടുക്കുക, ABC ആൽഫ ബീറ്റ ഗാമ എങ്ങനെ എടുത്താൽ ഓക്കെയാണ്. ഈക്വൽ ടു വെറും 0 എന്ന് പറയുന്നവരും 0 0 0 ഓർഡർ ട്രിപ്ലെറ്റ്. കറസ്പോണ്ടിങ് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ A/√3 മൈനസ് B/2B/√6. ഇവിടെ സിയുടെ കോർഡിനേറ്റ്സ് ഇല്ല, അപ്പൊ ഈക്വൽ ടു 0. ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ, തേർഡ് ഇക്വേഷൻ. സെക്കൻഡ് കോർഡിനേറ്റ് മൾട്ടിപ്ലൈ ആഡ് ചെയ്തപ്പോൾ ഇതിന്റെ സെക്കൻഡ് ഇക്വേഷൻ സെക്കൻഡ് കോർഡിനേറ്റോട് ഈക്വേറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് 3 ഇക്വേഷൻ കിട്ടും. ഇത് സോൾവ് ചെയ്യാം. ഓക്കെ, ഇത് സോൾവ് ചെയ്യുന്ന പറയുമ്പോൾ ഇത് രണ്ടും കൂടി സോൾവ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ A/√3 പോകും. പിന്നെ ബിയിൽ മാത്രം ഒരു ഇക്വേഷൻ കിട്ടും, ബിയും സിയിലും ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, വീണ്ടും ഇത് തമ്മിൽ സോൾവ് ചെയ്യുക. അപ്പൊ വീണ്ടും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ A/√3 പോകും. അപ്പോൾ ആദ്യം കിട്ടിയ ഇക്വേഷനും ഇപ്പൊ കിട്ടിയ രണ്ട് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബിയിലും സിയിലും ഉള്ള രണ്ട് ഇക്വേഷൻ കിട്ടും. അങ്ങനെ ആ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യുക. അങ്ങനെ കിട്ടുന്ന വാല്യൂ ആണ് 3A/√3 = 0, വിച്ച് മീൻസ് A = 0. അങ്ങനെ ആ വാല്യൂ വേറെ ഇക്വേഷൻസ് കൊടുക്കുമ്പോൾ ബിയും സിയും ഒക്കെ 0 ആയിട്ട് കിട്ടും. ലീനിയർ കോമ്പിനേഷൻ എഴുതുമ്പോൾ കോഎഫിഷ്യൻസ് എല്ലാം 0 ആയിട്ട് പോയി, വിച്ച് മീൻസ് ദീസ് 3 വെക്ടേഴ്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്, റൈറ്റ്? സോ W1 W2 W3 ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്, അല്ലെങ്കിൽ ആ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് സബ്സെറ്റ് ഓഫ് R3 എന്ന് പറയാം. ഇനി എന്ത് വേണം, സ്പാൻ ചെയ്യേണ്ടതെന്ന് കാണിക്കണം. ഏത് എലമെന്റ് എടുത്താലും R3 ഒരു ജനറൽ എലമെന്റ് X1 X2 X3 എടുത്തു കഴിഞ്ഞാൽ അതിന് ഈ 3 എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ഒക്കെ എഴുതാൻ പറ്റണം. അപ്പൊ ഞാൻ എലമെന്റ് X1 X2 X3 എടുത്തു കഴിഞ്ഞാൽ A ഇൻറ്റു ഫസ്റ്റ് എലമെന്റ് W1, B ഇൻറ്റു സെക്കൻഡ് എലമെന്റ് W2 പ്ലസ് C ഇൻറ്റു W3 എന്ന് എഴുതാൻ പറ്റുമെന്ന് കാണിക്കണം. ഇത്തരത്തിൽ ABC കണ്ടുപിടിക്കലാണ് ടാസ്ക്. ABC എന്ത് ടേംസിൽ എഴുതണം, X1 X2 X3 ടേംസിൽ കണ്ടുപിടിക്കണം. ഓക്കെ, സോൾവ് ചെയ്ത് വരുമ്പോൾ കറസ്പോണ്ടിങ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് 3 ഇക്വേഷൻ കിട്ടുക. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് X1 + X2 + X3 = 3A/√3. കാരണം തൊട്ട് മുന്നേ ചെയ്തപ്പോൾ നമുക്ക് X1 + X2 + X3 എന്താണെന്നാ കിട്ടിയേ, വിച്ച് ഈസ് ഈക്വൽ ടു ആ വാല്യൂ ആഡ് ചെയ്യുന്ന സമയത്ത് കോഎഫിഷ്യൻസ് ഇത് 0 ആണെന്നാ കിട്ടിയേ. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് X1 X2 X3 എന്നാ, വിച്ച് മീൻസ് X1 + X2 + X3 = 3A/√3. ക്ലിയർ? അതല്ലെങ്കിൽ A = A നെ നമുക്ക് √X1 X3 ടേംസിൽ കിട്ടിയില്ലേ, ഈ വാല്യൂ കൊടുക്കും, ഇവിടെ കൊടുക്കുമ്പോൾ ബിയുടെ ഇവിടെ കൊടുക്കുക, അപ്പോൾ ബിയുടെ വാല്യൂ കിട്ടും. B in terms of X1 X2 X3, അതേപോലെ C in terms of X1 X2 X3 മൂന്നാമത്തെ ഇക്വേഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ C in terms of X1 X2 X3, B in terms of X1 X2 X3, അതേപോലെ Aയും X1 X2 X3 ടേംസിലേക്ക് മാറ്റി എഴുതി. അപ്പോൾ ലീനിയർ കോമ്പിനേഷൻ എന്താ, എയുടെ വാല്യൂ കിട്ടിയെടുത്ത് എഴുതാം AW1 പ്ലസ് ബിയുടെ വാല്യൂ കിട്ടിയെഴുതാം BW2 പ്ലസ് CW3. അപ്പോൾ ഏത് എലമെന്റ് XYZ ലെഫ്റ്റ് സൈഡിലെ X1 X1 X2 X3 X1 X2 XYZ എഴുതിയാലും കുഴപ്പമില്ല, X1 X2 X3 എന്ന് എടുത്താലും it can be written as a linear combination of W1 W2 and W3, which means span B = R3. span B = R3. ഇനി എന്താ പ്രൂവ് ചെയ്യണ്ടേ, ഇപ്പൊ രണ്ട് കാര്യം, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയി സ്പാൻ ചെയ്യണമെന്നും കിട്ടി. ഇനി ഒന്നുകൂടി പ്രൂവ് ചെയ്യാനുണ്ട്, എന്താ അത്, രണ്ടെണ്ണം ഉണ്ട്, ഓർത്തോഗണാലിറ്റി നോം 1 എന്നുള്ള കാര്യം. ഓർത്തോഗണാലിറ്റി പ്രൂവ് ചെയ്യാനായിട്ട് ഏത് രണ്ടെണ്ണം എടുത്ത് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താലും 0 എന്ന് കാണിക്കണം. സോ W1 ഡോട്ട് W2 കാണാം. W1 ഏതാ തന്നിരിക്കുന്ന വെക്ടർ എടുത്തത്, W2 എടുത്തത്. ഡോട്ട് പ്രൊഡക്റ്റ് ഇങ്ങനെ കറസ്പോണ്ടിങ് ടേംസ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. 1/√3 ഇൻറ്റു -2/√6 പ്ലസ് 1/√3 ഇൻറ്റു 1/√6 പ്ലസ് 1/√3 ഇൻറ്റു 1/√6. അതാണ് അവിടുത്തെ ഡോട്ട് പ്രൊഡക്റ്റ്. കറസ്പോണ്ടിങ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ആൻസർ 0 ആണ്. അപ്പൊ ഇവർ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണ്. ഈ W1 ഉം W2 ഉം ഓർത്തോഗണലാണ്. ഇനി W1 ഡോട്ട് W3, ഇപ്പൊ ഇവിടെ W1 എടുക്കുക, W3 എടുക്കുക, കറസ്പോണ്ടിങ് ടേംസ് ഇതേപോലെ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. അവിടെയും 0 ആണ്. അതേപോലെ W2 എല്ലാ കോമ്പിനേഷൻസും എടുക്കണം. സോ W2 ഡോട്ട് W3 ചെയ്യുമ്പോൾ അഗെയിൻ 0, വിച്ച് മീൻസ് ഇവരെല്ലാവരും പെയർ വൈസ് അല്ലെങ്കിൽ മ്യൂച്വലി ഓർത്തോഗണൽ. ഇനി എന്താണ്, ഓരോന്നിന്റെയും നോം 1 ആണ്. നോം W1, നോം W1 ഫോർമുല എന്താ, റൂട്ട് ഓഫ് ഫസ്റ്റിന്റെ കോർഡിനേറ്റ്സ് ഇപ്പോൾ XY A1 അല്ലെങ്കിൽ X1 X2 X3 ആണ് കോർഡിനേറ്റ്സ് എങ്കിൽ എങ്ങനെയാ വരിക, ഇതിന്റെ ഒരു നോം എങ്ങനെ കണ്ടുപിടിക്കാം, റൂട്ട് ഓഫ് X1² പ്ലസ് X2² പ്ലസ്
x3 സ്ക്വയർ അല്ലെ, ഇവിടെ x1 x2 വാല്യൂ ഉണ്ടല്ലോ, ഈ വാല്യൂന്റെ ഒക്കെ സ്ക്വയർ ചെയ്യുക. ഓക്കെ, ഇവിടെ 1/√3 ഹോൾ സ്ക്വയർ പ്ലസ് 1/√3 ഹോൾ സ്ക്വയർ പ്ലസ് 1/√3 ഹോൾ സ്ക്വയർ, ഓരോ ടേമിനെയും കറസ്പോണ്ടിങ് സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക, റൂട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഈ 1/√3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/3, റൂട്ട് 1/3 പ്ലസ് 1/3 പ്ലസ് 1/3 3/3, റൂട്ട് 3/3 എന്ന് പറഞ്ഞാൽ റൂട്ട് 1 ഈക്വൽ ടു 1. ക്ലിയർ? അതേപോലെ W2 നോമാണ്. അപ്പോൾ ഇതിന്റെ അതേപോലെ W2 ഇതാണ്. അപ്പോൾ ഇതിന്റെ ഇത് എടുക്കുന്ന സമയത്ത് റൂട്ട് ഓഫ് -2/√6 സ്ക്വയർ പ്ലസ് 1/√6 സ്ക്വയർ പ്ലസ് 1/√6 സ്ക്വയർ, ആൻസർ അഗെയിൻ 1. W3 നോം എടുത്താലും 1. അപ്പോൾ എല്ലാത്തിനും നോം 1 ആണ്. അവർ മ്യൂച്വലി ഓർത്തോണലാണ്, ലീനിയർലി ഇൻഡിപെൻഡന്റ് സ്പാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും ആയ ഓർത്തോനോർമൽ ബേസിസ് ആയി, വിച്ച് മീൻസ് വിച്ച് ഇസ് എൻ ഓർത്തോനോർമൽ ബേസിസ് ഓഫ് R3. ഓർത്തോനോർമൽ ബേസിസ് മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, നമുക്ക് അതേപോലെ ലീനിയർ കോമ്പിനേഷൻ എഴുതണം. എങ്ങനെയാ പറഞ്ഞേ? ആ ലീനിയർ കോമ്പിനേഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്ന, ഏത് എലമെന്റ് എടുത്താലും എങ്ങനെയാ ലീനിയർ കോമ്പിനേഷൻ? U.W1 into W1 പ്ലസ് U.W2 into W2 പ്ലസ് U.W3 into W3. ഇങ്ങനെയാണ് നമ്മൾ ലീനിയർ കോമ്പിനേഷൻ എടുക്കാൻ പഠിച്ചത്. സോ U.W1 വേണം, അതിനുവേണ്ടി U.W1 എഴുതി. U ഉണ്ട് ഇവിടെ, W1 തൊട്ട് മുന്നേ കണ്ടുപിടിച്ചതുണ്ട്. U നമ്മുടെ ക്വസ്റ്റനിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ W1 എടുത്ത് എഴുതി, ഇതിന് പെയർ വൈസ് എന്ത് ചെയ്യുക? 3 into 1/√3 പ്ലസ് -2 into 1/√3 പ്ലസ് 9 into 1/√3, ആൻസർ 10/√3. ഓക്കെ, അതേപോലെ ടേം ബൈ ടേം ആയിട്ട് അടുത്തതിന്റെയും ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക. U.W2. U.W2 വാല്യൂ എന്താ? ന്റെ വാല്യൂ 3 - 2 9. അഗെയിൻ W2 വാല്യൂ എഴുതി, then ടേം ബൈ ടേം മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആഡ് ചെയ്തു 1/√6. U.W3 -11/√2. ഓക്കെ, അപ്പൊ ലീനിയർ കോമ്പിനേഷൻ എങ്ങനെ എഴുതാ? നമ്മൾ എഴുതിയ U.W1 W1, ഇവിടെ എഴുതുമ്പോൾ ഇക്വേഷൻ എഴുതുമ്പോൾ W1 എന്ന് എഴുതിയാൽ മതി. U.W1 ഇതാണ് U.W1. U.W1 ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. പക്ഷെ ഇൻറ്റു W1 എഴുതുമ്പോൾ W1 വെറുതെ എഴുതിയാൽ മതി, W1 വാല്യൂ എഴുതണ്ട. പ്ലസ് അതേപോലെ ഇതെന്താ? U.W2 into W2. അപ്പൊ എന്ത് ചെയ്യുക? W2 ലീനിയർ കോമ്പിനേഷൻ കാണിക്കണ്ടേ? അപ്പൊ W1ന്റെയും W2ന്റെയും W3ന്റെയും ലീനിയർ കോമ്പിനേഷൻ എന്ന് കാണിക്കാൻ വേണ്ടി W1 W2 W3 അങ്ങനെ എഴുതാം. U.W1 ഒക്കെ വാല്യൂ ഇവിടെ നിന്ന് എഴുതാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്നിട്ടും അതിന്റെ ലീനിയർ കോമ്പിനേഷൻ അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് കിട്ടും. As in with respect to this orthonormal basis, coordinates of vector u 3 - 2 9 with respect to this orthonormal basis is given by this formula. Clear? Next ഒരു important concept ആണ് Gram-Schmidt orthogonalization process. Okay, next class എടുക്കാം. Thank you.